എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയേണ്ട ഒരു ചില കാര്യങ്ങളുണ്ട്. അത് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് പറഞ്ഞു തരണം. അറിയണം കേരളത്തിലെ ജനങ്ങൾ അങ്ങയുടെ പരിഷ്കാരങ്ങളെക്കുറിച്ച്, ഇതുവരെയുള്ള ഭരണത്തെക്കുറിച്ച്. ആദ്യമായി അറിയേണ്ടത്, താങ്കൾ ഭരണം ഏറ്റെടുത്ത ശേഷം എത്ര കോടി ജനങ്ങളെ താങ്കൾ മദ്യത്തിനടിമയാക്കി, എത്ര പാവപ്പെട്ട കുടുംബങ്ങളെ നിങ്ങൾ അനാഥരാക്കി ഈ മദ്യപാനത്തിലൂടെ, എത്ര കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ മയക്കുമരുന്നിന് അടിമയായി, എത്ര മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു, എത്ര അമ്മമാരും പെങ്ങന്മാരും സ്വന്തം മകൻ്റെയും സഹോദരങ്ങളുടെയും ബലാത്സംഗത്തിന് ഇരയായി. പോലീസിൽ ഇതിനുള്ള വിവരം കാണും. താങ്കൾ കുറച്ചെങ്കിലും ആർജവമുള്ള മനുഷ്യനാണെങ്കിൽ താങ്കളുടെ മന്ത്രിസഭയിലുള്ള കള്ളുമന്ത്രിയോട് ചോദിച്ചാൽ അവർ കണക്ക് തരും. പക്ഷേ കണക്ക് തരില്ല ഒരിക്കലും. അത് നിങ്ങളുടെ പ്രതീക്ഷയെ ബാധിക്കും എന്ന് താങ്കൾക്ക് നല്ലതുപോലെ അറിയാം. താങ്കൾ ഭരണം ഏറ്റെടുത്തപ്പോൾ കേവലം 1.5 ലക്ഷം കോടി കടത്തിനെ ഇപ്പോൾ താങ്കൾ എത്തിച്ചിരിക്കുന്നത് 6 ലക്ഷം കോടി കടത്തിലേക്ക്. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും താങ്കളുടെ മന്ത്രിസഭയുടെ എന്ത് നേട്ടത്തെക്കുറിച്ച് പറയാനാണ് വീണ്ടും 25 കോടി നിങ്ങളുടെ വാർഷികങ്ങൾക്കായി ചിലവഴിക്കാൻ തീരുമാനിച്ചത്, വകവരുത്തിയത്? ഈ പ്രദർശനങ്ങൾ കാണിക്കുന്ന ഈ ധനമന്ത്രി അങ്ങർക്ക് എന്ത് ഡോക്ടറേറ്റാണ് താങ്കൾ കൊടുക്കാൻ പോകുന്നത്? മുഴുപട്ടിണിയിൽ മനുഷ്യനെ മാറ്റിയതിന് ശേഷം താങ്കൾക്ക് യാതൊരു മാറ്റങ്ങളുമില്ലാതെ ഈ പാവം പിടിച്ചവൻ്റെ നികുതി കാശുകളെടുത്ത് കോടികളെടുത്ത് വീണ്ടും വാർഷികങ്ങളുടെ മാമാങ്കം തുടങ്ങാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ചേതോ വികാരം എന്താണ് ഒന്ന് അറിയിച്ചു തന്നാലും. താങ്കളുടെ മന്ത്രിസഭയിൽ ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്താണ് ഒന്ന് പറഞ്ഞു തരിക. പട്ടിണിപ്പാവങ്ങൾ OP ടിക്കറ്റിന് മുമ്പോൾ അതിനെ കാശ് കൂട്ടിയതാണോ താങ്കളുടെ പ്രവർത്തനത്തിൻ്റെ ഒന്നാം നിരയിലുള്ളത്? ഏതൊക്കെ ഭാഗങ്ങളിൽ താങ്കൾ നികുതി ഇനത്തിൽ മനുഷ്യനെ പറ്റിക്കുന്നു? ചൂതുകളി എന്ന് പറയുന്ന ലോട്ടറി, അതിൽ കൂടി എന്തൊക്കെ വരുമാനം താങ്കളുടെ മന്ത്രിസഭ ഉണ്ടാക്കുന്നു? മദ്യത്തിൽ കൂടി കേവലം 75 രൂപ വിലയുള്ള ഒരു മദ്യത്തിന് 500 രൂപയാക്കിയതിൻ്റെ ചേതവികാരവും ജനങ്ങൾ അറിയുന്നുണ്ട്. എന്ത് വികസന പ്രദർശനമാണ്? മറ്റൊരു ടൂറിസം മന്ത്രി ഇപ്പോൾ ആർക്കും സ്റ്റാർ പദവി കൊടുക്കണമെന്ന് പറയുകയും മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്ന നിങ്ങൾ അതിന് സമ്മതം മൂളുകയും ചെയ്യുന്നു. ഇവിടെ നിങ്ങളെ ചുറ്റപ്പറ്റി നിങ്ങളെ വലയം ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പ്രതീക്ഷയെ തകർക്കാൻ ഉപകരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ സംഘമാണ്. അവരാൽ ചുറ്റപ്പെട്ട നിങ്ങൾക്ക് പുറത്തെന്താണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് അറിയില്ല. അറിയുന്നത് നിങ്ങൾക്ക് കുറിപ്പെഴുതി തരുന്നവരുടെ കാര്യങ്ങൾ മാത്രം. നിങ്ങൾ പുറത്തിറങ്ങിയാൽ എല്ലാ പോലീസ് കവചങ്ങളും സൃഷ്ടിച്ച് നിങ്ങൾ അതിൽ കൂടി യാത്രയാകുന്നു. നിങ്ങളുടെ വീടിൻ്റെ പുറത്തിറങ്ങി തിരിച്ചെത്തുന്നവരെ
പോലീസിൻ്റെ വലയമാണ് നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത്. അപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല, പുറത്തെന്ത് നടക്കുന്നതെന്ന് ഒന്നും അറിയില്ല. എത്ര പോലീസുകാരാണ് മയക്കുമരുന്നിനും മദ്യപാനികളുടെയും മർദ്ദനത്തിന് ഇരയായത് ഒന്ന് പറയാമോ? ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു തെറ്റിനെ ചൂണ്ടി അത് പാർട്ടിക്കാരനാണെങ്കിൽ ആ നിമിഷത്തിൽ തന്നെ ട്രാൻസ്ഫർ കൊടുത്ത് മാറ്റിയെടുക്കുന്നതാണോ നിങ്ങളുടെ പോലീസ് നയം? ഏതെങ്കിലും നല്ലതെന്ന് പറയുക. നിങ്ങൾ ഉപയോഗിച്ച പദങ്ങൾ ഇന്ന് പിള്ളേർ കളിയാക്കിയാണ് അവരും ഉപയോഗിക്കുന്നു. പരനാറി, കുലംകുത്തി, അങ്ങനെ അങ്ങ് തുടങ്ങുന്നു. പിന്നെ നിങ്ങളുടെ വേറെ നിറം ശുംഭൻ, ഇതൊക്കെയാണ് ഇന്നത്തെ കുട്ടികൾ ഏറ്റുപറഞ്ഞ് നടക്കുന്നത്. അത് നിങ്ങളുടെ പദപ്രയോഗം, നിങ്ങൾ സമ്മാനിച്ചത്. നിങ്ങൾ ഇന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് വിചാരിക്കണം, ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ വാക്കുകളും മറ്റുള്ള കുട്ടികൾ വരെ കേൾക്കുന്നു എന്നൊന്ന് മനസ്സിലാക്കുക. പട്ടിണി പാവങ്ങൾ 1000-900 രൂപയോ 1000 രൂപയോ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മദ്യപിക്കുന്നതിനാണെങ്കിൽ അവൻ 500 രൂപ ജവാന് ചിലവാക്കണം. ആ 500 രൂപ ബാക്കി അതിൻ്റെ ഒരു ടച്ചിങ് ചേർത്ത് 100-150 രൂപ, അപ്പോൾ 650 രൂപ. ഇവൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കഷ്ടിച്ച് കിട്ടുന്നത് അവൻ്റെ കയ്യിൽ ബാക്കിയുള്ളത് 100-200 രൂപ ആയിരിക്കും. അതുകൊണ്ട് ഒരു കുടുംബം നടത്താൻ പറ്റുമോ? ജന്മം കൊടുത്ത എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് കൂലിപ്പണിയും വീട്ടുജോലിയും അടിച്ചുവാരലും പണി നടത്തി ആ പാവം സ്ത്രീകൾ കുടുംബത്തെ നയിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റ് എടുക്കുകയും ബുദ്ധിമുട്ടി നടക്കുക ഈ എരിവെയിലിൽ, ഈ പൊരിവെയിലിൽ എല്ലാ കാലാവസ്ഥ അതിജീവിച്ച് ആ സെക്രട്ടറിൻ്റെ മുന്നിൽ കിടക്കുന്ന അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് പുച്ഛം. ഇതാണ് നിങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു വ്യക്തികൾക്ക് ഉണ്ടാകുന്നെങ്കിൽ നിങ്ങളത് സഹിക്കുമോ? നിങ്ങളുടെ മക്കളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ആരോപണം നടത്തിയാൽ അതിന് നിങ്ങൾ പ്രതിഷേധിക്കുന്ന ഇതൊക്കെ നിയമസഭയിലൊക്കെ ജനങ്ങൾ കണ്ടിരിക്കുന്നതാണ്. ഇനി നിങ്ങൾ അവസാനമായി വീണ്ടും ഒരു മാമാങ്കം തുടങ്ങുന്നു. അതും 25 കോടി ചിലവ്. എന്ത് ചിലവാണ്? 25 കോടി വെച്ച് നിങ്ങൾ എന്ത് നേട്ടമാണ് നടത്താൻ പോണത്? ഒന്നുമില്ല. അത് കുറച്ച് PR ടീമിനും കുറേ കമ്മീഷനായും പിന്നെ കുറച്ച് മുതിർന്ന പത്രക്കാരും കാണും. അവർ കളറിൽ പരസ്യമടിച്ച് മാറ്റാൻ കുറച്ച് കോടികൾ അവർക്കും കിട്ടും. അതുവേണ്ടി മാത്രമാണല്ലോ നിങ്ങളിതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. എന്തായിരുന്നാലും ചെയ്യുന്നതിൻ്റെ ഫലം നിങ്ങൾ ഒരിക്കൽ അനുഭവിക്കും. നല്ലതായിരുന്നാലും ചീത്തയായിരുന്നാലും ജീവിക്കാൻ മനുഷ്യനെ അനുവദിക്കുക, പട്ടിണിയിൽ നിന്നും അവരെ മുക്തരാക്കുക. എന്നാൽ ഇതൊന്നും താങ്കളെ കൊണ്ട് നടക്കുന്ന കാര്യമില്ല എന്ന് താങ്കളെ വലയം ചെയ്തിരിക്കുന്ന ഈ ഒരു 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 കപട ഹൃദയമുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരെന്ന് നിങ്ങൾ മാറ്റുന്നോ, നിങ്ങളുടെ വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിക്കാനുള്ള നിങ്ങൾ എന്താണെന്ന് ശരിയും തെറ്റും പറഞ്ഞു തരാൻ സാധിക്കുന്ന ആൾക്കാരെ കൂട്ടുക. ശേഷിക്കുന്ന കാലമെങ്കിലും നിങ്ങളുടെ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകുക. നിങ്ങൾ ഇനിയും ഭരണത്തിൽ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കിതിനെല്ലാം ഒരു അവസാനം കൊടുക്കാൻ സാധിക്കൂ. ബംഗാളിൽ സംഭവിച്ച പോലെ ആ ബംഗാളിൽ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വരണം. ഈ ഭരണം നിങ്ങളുടെ കയ്യിൽ തന്നെ. അതായിരിക്കണം. ഇതിൻ്റെ അന്തകനാകേണ്ടതും നിങ്ങൾ തന്നെയാണ്. ഒരിക്കലും നിങ്ങൾ തോറ്റുപോകാൻ പാടില്ല. നിങ്ങൾ ജയിക്കുക തന്നെ വേണം. അത് ജനം ആഗ്രഹിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ അവസാനം നിങ്ങൾ കണ്ടിരിക്കണം. നിങ്ങളുടെ പാർട്ടിയുടെ എല്ലാത്തിൻ്റെ ഒരു അവസാനം ബംഗാൾ പോലെ നിങ്ങളിൽ കൂടി തന്നെ അവസാനം കണ്ടെത്തണം. ഈ കാട്ടിക്കൂട്ടുന്ന കലാശ പോരാട്ടങ്ങൾ എല്ലാം അതിന് തുണയാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനിയെങ്കിലും നിങ്ങളുടെ പ്രായത്തിനെ ബഹുമാനിക്കുക. നിങ്ങളുടെ പ്രായത്തിനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട സമയമാണ്.
നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുന്നില്ല. നിങ്ങൾക്ക് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ഓരോ ചലനങ്ങളിലും ഓരോ സംസാരത്തിലും നിങ്ങളുടെ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രതിഫലിച്ച് കാണുന്നുണ്ട്. നിങ്ങളെ ഒരു മറയാക്കി ഈ രാജ്യത്തെ, ഈ സ്റ്റേറ്റിനെ, പാവപ്പെട്ടവരെ നശിപ്പിക്കാതിരിക്കുക. കുടിയന്മാരുടെ എണ്ണം നിങ്ങൾ കുറയ്ക്കാൻ നോക്കുക. നിങ്ങൾ 1-ാം തീയതിയും ഇനി മദ്യപിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. വളരെ ദുഃഖമാണ്. കാരണം നിങ്ങളുടെ വീട്ടിൽ മദ്യപിക്കുന്നവർ ആരും കാണില്ലായിരിക്കും. പക്ഷേ പാവപ്പെട്ടവൻ, അവനൊന്ന് ക്ഷീണം വന്നാൽ അവൻ മദ്യപിക്കും. പക്ഷേ അതിന് വായിക്കൊള്ളാത്ത വില നിങ്ങൾ നികുതി ഇനത്തിൽ കരസ്ഥമാക്കുന്നു. എന്തെങ്കിലും ഒരു അവസാനം കണ്ടെത്താൻ ശ്രമിക്കുക. അത് ഇനിയെങ്കിലും നിങ്ങൾ ജനങ്ങളോട് ചെയ്യുന്ന ഒരു ധാർമ്മികതയായിരിക്കും. ചെയ്ത അപാകതകൾ മാറ്റിയെടുക്കാൻ ഈ ശേഷിക്കുന്ന സമയമെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരു ശുദ്ധീകരണം നടത്താൻ ശ്രമിക്കുക. ആ ശുദ്ധീകരണം നടത്തണമെങ്കിൽ ഇപ്പോൾ നിങ്ങളെ വലയം ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നവരെ മൊത്തം മാറ്റി ഒരു പുതിയ ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഒന്ന് പറയാനുള്ളത്, ആ ആരോഗ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ അവരുടെ ഭരണകാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുക. പാവപ്പെട്ട നിർധനരായ ആൾക്കാർ രോഗികളായി ഹെൽത്ത് സെൻ്ററിലും മറ്റും ചെല്ലുമ്പോൾ അവിടെ ആവശ്യത്തിനുള്ള മരുന്നില്ല. അവർ പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു ഗതികേടാണ്. ശരിക്കും പറഞ്ഞാൽ പല ആരോഗ്യ കേന്ദ്ര ഹോസ്പിറ്റലിലും ക്യൂ നിൽക്കുമ്പോൾ അവർക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ ഇരിക്കാനുള്ള ഇരിപ്പിടം വരെ ഇല്ല. അതൊന്ന് ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് നല്ലത് വരട്ടെ, നല്ല ബുദ്ധി വരട്ടെ എന്ന് ഈ നിമിഷം ഒന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.